ഈശോയിലെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമുക്കു തന്നിരിക്കുന്ന ഈ ദിവ്യമായ ഒരു പുതുദിനയ്ക്ക് ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുക. സാബത്തിന്റെ 18-ാം ആഴ്ചയിലെ ഈ അനുപമമായ ചൊവ്വാഴ്ച, കർത്താവിന്റെ വചനത്തിലെ കൂടി നമ്മെ ഏകമാക്കി നയിക്കുന്ന ഈ ദിവ്യസന്ദർഭം വിശേഷപ്പെട്ടതും ആത്മീയമായി നിർഭരിതവുമായ ഒന്നാണ്. ജീവിതത്തിലെ കയ്പും കുഴപ്പങ്ങളും കുറച്ചുപോലും പിന്തള്ളിയിട്ട് ദൈവവചനത്തിനു മുമ്പിൽ നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കാനുള്ള ഈ അവസരം നമുക്ക് അതിയായ വിലമതിപ്പുണ്ട്. ഇന്നത്തെ വചനധ്യാനം നമ്മെ സംശയത്തിന്റെയും ഭയത്തിന്റെയും ഇരുണ്ട ഇടങ്ങളിലേക്ക് ജെന്റ്ലി ആമുഖപ്പെടുത്തുന്നു. പക്ഷേ അവിടെയല്ല അവസാനിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ദൈവികമായ യാത്രയെ സംശയിക്കാതിരിക്കാൻ നമ്മെ പഠിപ്പിക്കുമ്പോഴും, ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ നേരിടുമ്പോൾ ഭയത്തിനു പകരം സമാധാനം കണ്ടെത്താൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസം കുലുങ്ങുന്ന വേളകളിൽ ശക്തിയും ഉറപ്പും കണ്ടെത്താൻ കർത്താവിന്റെ വചനങ്ങൾ നമ്മെ കൈപിടിച്ചു നടത്തട്ടെ. ഇനി നമുക്ക് ആ ആത്മീയ വചനങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരുപാട് മനസ്സോടെയും സമർപ്പണത്തോടെ കടക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ശ്രദ്ധയോടെ ചേർന്നു വായിക്കേണ്ട ഒന്നാം വായന സംഖ്യാപുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ നിന്നാണ്. ആരംഭിക്കുന്ന വാക്യങ്ങളിൽ തന്നെ ഒരു കടന്നുപോകാനാകാത്തതുമായ ഗൗരവം നിറഞ്ഞ സന്ദേശമുണ്ട്. മോശെയെതിരായ മിരിയാമിന്റെയും അഹറോനിന്റെയും ഭാഷ്യങ്ങൾ കേവലം ഒരു കുടുംബ വിവാദമല്ല, മറിച്ച് ദൈവിക നിയമങ്ങളെയും തെറ്റിദ്ധാരണകളെയും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു സംഭവ പരമ്പരയാണിത്. മോശയുടെ കുഷിതര സ്ത്രീയുമായുള്ള വിവാഹം ഒരു വിവാദമായി മാറുമ്പോൾ സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃസ്ഥാനം ചോദ്യം ചെയ്യുന്നു. കർത്താവ് മോശ വഴിയിലൂടെയല്ലാതെ മറ്റൊരു വഴിയിലൂടെയും സംസാരിക്കാറില്ലയോ എന്ന സംശയപ്രശ്നമുയർത്തിയപ്പോൾ തന്നെ ദൈവം ഇടപെടുന്നു. അതിനുശേഷം സംഭവിക്കുന്നതൊക്കെ വളരെ വിശദമായി ആവിഷ്കരിക്കപ്പെടുന്നു. ദൈവം മേഘസ്തംഭത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അവരെ തന്റെ സന്നിധിയിൽ വിളിച്ചു വരുത്തുന്നു. ദൈവം അത് എളിവാക്കി പറയുന്നു, ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ അവനോട് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും സംസാരിക്കും. പക്ഷെ മോശയെപ്പോലെ എനിക്ക് വിശ്വസ്തനായ ഒരാളില്ല. അവനോട് ഞാൻ നേരിട്ട് മുഖാമുഖമായി സംസാരിക്കുന്നു, രഹസ്യങ്ങളില്ലാതെ, തുറന്നറിയിപ്പോടെ. ഈ വചനഭാഗം നമ്മോട് പറയുന്നതാണെന്നാൽ ദൈവം ആരെയെല്ലാം തിരഞ്ഞെടുക്കുന്നു, എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, ആ തിരഞ്ഞെടുപ്പ് വിവാദമായാൽ എന്താണ് ദൈവത്തിന്റെ നിലപാട് എന്നതിനെക്കുറിച്ചുള്ള സുസ്പഷ്ടമായ പഠനമാണ്. ഒറ്റവാരത്തിൽ പ്രത്യക്ഷമായ മതപ്രമാണങ്ങൾക്കപ്പുറത്തേക്കും നമ്മുടെ ജീവിതത്തിലും സംഘർഷങ്ങളിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നതിലും കൂടുതൽ ആഴത്തിൽ ഇതെണ്ണിക്കാവുന്നതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ധ്യാനിക്കുന്ന ഈ വചനഭാഗം ഒരു പുറമേയും ഉള്ളറയും ഉള്ള ശക്തമായ ആത്മീയ സന്ദേശമാണ് നൽകുന്നത്. ദൈവം മോശയോട് നേരിട്ട് വ്യക്തമായി മുഖാമുഖമായി സംസാരിക്കുന്നു. കുഴപ്പമുള്ള സംജ്ഞകളിലൂടെയല്ല, മറിച്ച് തുറന്ന ദർശനത്തിലൂടെയാണ്. മോശയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ കർത്താവിന്റെ രൂപം കാണുന്ന ഒരാളാണ്. എന്നാൽ അതുപോലുള്ള ഒരാളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാൻ മിറിയാമും അഹറോനും ഭയപ്പെട്ടില്ലെന്നും അതിനൊടുവിൽ വന്നത് ദൈവം കാണിച്ച കനത്ത പ്രതികരണമാണെന്നുമാണ് ഈ ഭാഗം നമ്മോട് ഉറക്കെ പറയുന്നത്. ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. മേഘം കൂടാരത്തിൽ നിന്ന് മാറി. മിറിയാം കുഷ്ഠരോഗിയാകുന്നു. അതൊരു ദൃശ്യമായി ദൈവത്തിന്റെ നീതിയും ജാഗ്രതയും വ്യക്തമാക്കുന്നു. അഹറോൻ അത് കണ്ടപ്പോൾ മനസ്സ് തുറന്ന് മോശയോട് കെയ്യുന്നു, ഞങ്ങൾ അന്യായമായി നടത്തിയ ഈ പാപം ഞങ്ങളുടെ മേൽ ഭാരമാക്കരുതേ. മൃതശിശുവിന് പോലെയായ മിറിയാമിനെ രക്ഷിക്കണമേ. ഇതാണ് സ്നേഹവും ഇടപെടലുമുള്ള വാസ്തവ വിശ്വാസത്തിന്റെ പ്രകാശം. മോശ ദൈവത്തോട് യാചിക്കുന്നു, ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നു, അവളെ രോഗമുക്തയാക്കണമേ. ഈ മുഴുവൻ സംഭവത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് അത്രയും ലളിതമായ ഒരു വൃത്താന്തമല്ല. ഇവിടെ ദൈവികത്തോടുള്ള അസൂയയും അതിക്രമിച്ചെത്തിയ മാനവിക അഭിലാഷങ്ങളും ചേർന്നുണ്ടാക്കിയ ഒരു വികലതയാണ്.
കാഴ്ചയ്ക്കും മോശയുടെ വിവാഹം ഒരു പ്രശ്നമായി തോന്നിച്ചെങ്കിലും ആധുനിക ജീവിതത്തിലും പലപ്പോൾ അതുപോലെയാകും പ്രശ്നം മറ്റൊന്നായി തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വേരുകൾ ആഴത്തിലുള്ള ഇച്ഛകളിലായിരിക്കും. ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നത് അതുപോലുള്ള അന്തർദൃഷ്ടിയിലേക്കാണ്. ഇവിടെ നമ്മൾ കാണുന്നതൊന്നും വെറുമൊരു കുടുംബവിവാദമെന്നതിൽ ഒതുങ്ങുന്നില്ല. മറിച്ച് ദൈവം തിരഞ്ഞെടുത്ത ഒരു ദാസനെ പോലും അവന്റെ സ്വന്തം സഹോദരങ്ങൾ സംശയിക്കുന്നതിൻ്റെ കനത്ത യാഥാർത്ഥ്യമാണ്. മോശയ്ക്ക് നൽകിയ ദൗത്യത്തെ മിരിയാമും അഹറോനും മനസ്സിലാക്കാൻ കഴിയാത്തതും അതിനെ അംഗീകരിക്കാതെ അദ്ദേഹം നിറവേറ്റുന്ന ദൗത്യത്തെ ചോദ്യം ചെയ്യുന്നതുമാണ് ഈ സംഭവത്തിന്റെ ആധികാരികത. നമ്മുടെ ഒരൊറ്റ ജീവിതത്തിലും ഇതുപോലെയാകാം. ദൈവം ചിലർക്ക് പ്രത്യേക കഴിവുകളും ഉത്തരവാദിത്വങ്ങളും നൽകുമ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിൽ അസ്വസ്ഥതയോ അസൂയയോ വളരാം. അവനോ അവളോ മാത്രമെന്തിന് ഈ വിശേഷത, ഞാനും അത്തരം കാര്യം ചെയ്യാമല്ലോ എന്നതുപോലെയുള്ള ചിന്തകൾ നമ്മെ ഭ്രാന്തിലാഴ്ത്തുന്നവയാകാം. ഈ ഉൾക്കാഴ്ചയാണ് അഹറോനും മിരിയാമും പാപത്തിലേക്ക് വഴിതെളിച്ചത്. അതിനുശേഷം ദൈവം ചെയ്യുന്ന പ്രതികരണം അതിഗംഭീരമാണ്. അവൻ നേരിട്ട് ഈ വാക്കുകൾ നമ്മെ ആഴത്തിൽ എളിയരാക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുപ്പിനെ നാം ചോദ്യം ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ ഉദ്ദേശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ദൗത്യങ്ങളെ വിലമതിക്കാതെ അവരുടെ വഴി ആവിഷ്കാരങ്ങൾ നിന്ദിച്ച് നാം മുന്നോട്ടു പോകുമ്പോൾ ദൈവം അവരെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടി സ്മരിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, ഈ സംഭവത്തിലെ പാപത്തിന് ലഭിച്ച ഫലം ഏറെ ഗൗരവമുള്ളതും ആഴത്തിലുള്ളതുമാണ്. മിരിയാം കുഷ്ഠരോഗിയാകുന്നു. പഴയ നിയമത്തിൽ കുഷ്ഠം സാർഫ് ഒരു ശരീരാസുഖമല്ല, അതു ദൈവസന്നിധിയിൽ നിന്നുള്ള പിഴവിനെയും സമൂഹത്തിൽ നിന്നുള്ള വേറിട്ട നിലയെയും സൂചിപ്പിക്കുന്ന ആത്മീയമായി ഗംഭീരമായൊരു പ്രതീകമാണ്. ഒരാളുടെ പേരിൽ അപവാദം പറഞ്ഞും അവനെ മനസാക്ഷിക്കുറവോടെ പിഴുതെറിയുന്ന പ്രവർത്തികൾ നമ്മുടെ ആത്മാവിനും സമുദായ ബന്ധങ്ങൾക്കും ഇടയിൽ ഒരു കനത്ത ദൂരം സൃഷ്ടിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ഈ തരത്തിലുള്ള, എന്നാൽ ഈ വചനത്തിൽ ഏറ്റവും മനോഹരവും ഹൃദയസ്പർശിയുമായ കാഴ്ച ഒടുവിലുണ്ട്. തന്നെ വിമർശിച്ച സഹോദരിക്കായി മോശ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവളെ സുഖപ്പെടുത്തണമേ, ഞാൻ അപേക്ഷിക്കുന്നു. അതാണ് യഥാർത്ഥ ദൈവസന്നിധിയിലുള്ള വിനയത്തിന്റെയും ഹൃദയത്തിൽ നിന്നുള്ള ക്ഷമയുടെയും ഉജ്ജ്വല പ്രതീകം. വിശുദ്ധ ഗ്രന്ഥം തന്നെ സമ്മതിക്കുന്നു, മോശ ലോകത്തെ ഏറ്റവും വിനയന്മാനവൻ ആയിരുന്നുവെന്ന്. ആ വിനയമനുഭൂതിയാണ് അവനെ സഹോദരിയെന്ന നിലയിൽ മിരിയാമിനുവേണ്ടി ദൈവത്തോട് നിസ്സംഗതയോടെ ഇടപെടാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും ഇടപെടലുകൾ ഉണ്ടാകണമെന്നല്ലേ ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്? നമ്മെ വെറുക്കിയവർക്കായി പോലും ദൈവത്തോട് കരുണ യാചിക്കാൻ കഴിയുന്ന ഹൃദയം നമ്മിൽ വളരട്ടെ. ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരു അതിമനോഹരമായ യാത്രയിലേക്കാണ് ക്ഷണിക്കുന്നത്. സംശയത്തിന്റെ ഇരുണ്ട അറകളിൽ നിന്നു വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രകാശത്തിലേക്ക്. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ ഈ അനുഭവം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഭയങ്ങൾക്കും ഇടയിലും ദൈവിക സാന്നിധ്യത്തിന്റെ ഉറപ്പിനുമിടയിൽ നിലകൊള്ളുന്ന അതിമനോഹരമായ ദൃശ്യമാണ്. ജനങ്ങളെ പറഞ്ഞയച്ച ശേഷം യേശു തനിച്ചായി മലയിലേക്ക് ചെന്നു പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി കടൽ മധ്യത്തിലേക്ക് പോകുന്നു. എന്നാൽ കാറ്റും തിരയും കൂട്ടിയുള്ള ഒരു കൊടുങ്കാറ്റ് അവരെ ഭീതിയിലാഴ്ത്തുന്നു. അതിനിടയിൽ അപ്രതീക്ഷിതമായി യേശു വെള്ളത്തിനു മീതെ നടന്നുവരുന്നത് കണ്ടപ്പോൾ അവർ ഭയത്താൽ വിറച്ച് നിലവിളിച്ചു. ഭൂതം എന്നാണ് അവരുടേതായ പ്രതിചരണം. പക്ഷേ ഉടനെ യേശു ശബ്ദം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നു. ഞാനാണ്, ഭയപ്പെടേണ്ട. വിശ്വാസത്തിന്റെ അനുരണനം അതിലുണ്ടായിരുന്നു. പത്രോസ് എന്നാകട്ടെ ആ ധൈര്യവാക്കുകൾ കേട്ടപ്പോൾ പ്രത്യാശയോടെ ചോദിച്ചു, കർത്താവേ, അങ്ങയാണെങ്കിൽ വെള്ളത്തിനുമിലൂടെ ഞാൻ നേരെ അടുത്തേക്ക് വരട്ടെ. യേശു പറഞ്ഞു, വരൂ. അതോടെ പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി
വെള്ളത്തിനു മീതെ നടന്ന് കർത്താവിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ സാന്ദ്രമായ ദൃശ്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ പകർന്നു പറയുന്നത് ഭയം കാണുമ്പോൾ പിന്നോട്ടു പതിയുക എന്നതല്ല, മറിച്ച് ദൈവം കൈപിടിച്ച് നടക്കുന്ന വിശ്വാസം വലിച്ചെടുക്കുകയാണ്. കുതുക്കും കാറ്റും പേരാകാതെ താങ്ങി നിൽക്കുന്ന വിശ്വാസത്തിനായി ഈ സന്ദേശം നമ്മെ ക്ഷണിക്കുന്നു. ഭയം മൂളുമ്പോഴും ഈശോയുടെ ശബ്ദം കേൾക്കുക, വിളിക്കുന്നു എന്നു മനസ്സിലാക്കുക, ആ വിശ്വാസപടവിലേക്കു നടക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതപാതകളെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നതും വിശ്വാസത്തിന്റെ ഗൗരവം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുമാണ് ഈ സുവിശേഷ ഭാഗം. കാറ്റിന്റെ ആഞ്ഞടിപ്പ് കണ്ട പത്രോസ് ഭയപ്പെടുത്തി. ആ ഭയം ഒരു നിമിഷം അവനെ വിറപ്പിച്ചപ്പോൾ തന്നെ അവൻ വെള്ളത്തിൽ മുങ്ങിത്തുടങ്ങി. എന്നാൽ ആ ശബ്ദം, കർത്താവേ, രക്ഷിക്കണം എന്ന ഒരേയൊരു നിലവിളി മതിയായി. ഉടൻ തന്നെ ഈശോ കൈയിട്ടുപിടിച്ചു, ഒപ്പം ചോദിച്ചവണ്ണം, അല്പവിശ്വാസി, നീ എന്തിനാണ് സംശയിച്ചത്? ഈ ഒരു സന്ദർശനത്തിന്റെ ആഴം നാം ആലോചിക്കണം. വിറപ്പിനൊപ്പം വിളിച്ചാൽ ഉടൻ ഈശോ കൈ നീട്ടുന്ന ദൈവമാണ് നമ്മോടൊപ്പം. അവർ വഞ്ചിയിൽ കയറുമ്പോൾ കാറ്റ് നിശ്ശബ്ദമായി. അതൊരു അത്ഭുതമാകുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ കത്തുന്ന കൊടുങ്കാറ്റുകൾ പോലും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ശാന്തമാകുന്നു. അതിനുശേഷം ആളുകൾ അവനെ ആരാധിക്കുകയും സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവർ ഗന്നസറത്ത് ദേശത്തെത്തുമ്പോൾ ജനങ്ങൾ ആവേശത്തോടെ ഈശോയെ തിരിച്ചറിയുന്നു. അവർ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് എല്ലാ രോഗികളെയും കൂട്ടിവരുന്നു. ആർക്കായാലും ഒറ്റ സ്പർശം മതിയാകുമെന്ന വിശ്വാസത്തോടെ അവർ അപേക്ഷിക്കുന്നു, ഒരു തുമ്പുപോലും സ്പർശിക്കാൻ അനുമതി നൽകണമേ എന്നു. അത്രയും വിശ്വാസം. ഒടുവിൽ ആരെയെല്ലാം സ്പർശിച്ചു അവരെല്ലാം സുഖം പ്രാപിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ആത്മയാത്രയുടെ അടിസ്ഥാനരേഖ. പലപ്പോഴും നമ്മളെ ഈശോ ഒരു അവിശ്വസിതമായ ദിശയിലേക്ക് അയക്കുന്നവനായി അനുഭവപ്പെടാം. ഒരു പുതിയ സ്ഥലം, അജ്ഞാതമായ ഉത്തരവാദിത്തം, ഒരിക്കലും വിചാരിച്ചിരുന്നില്ലാത്ത ഒരു വഴിത്തിരിവ്. എന്നാൽ അവിടെയാകാം നമ്മുടെ ആത്മാവിന് വളരാനാവുന്നത്. ഈശോ വഞ്ചിയിൽ കയറുമ്പോൾ കാറ്റ് ശമിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അവൻ പടിവാതിൽ കയറിയാൽ ആശ്വാസം നിറയും. വിശ്വാസം മാത്രമാണ് അതിനു വേണ്ടത്. ഈശോയോടൊപ്പം പ്രാർത്ഥനയുടെ ശാന്തതയിലേക്ക് നമുക്ക് കൂടി പോകാം. അവൻ കൊടുങ്കാറ്റിലകപ്പെട്ട ശിഷ്യന്മാരെ വിട്ട് മലമുകളിലേക്ക് കയറി പിതാവിന്റെ സാന്നിധ്യത്തിൽ നിർഭാഗ്യങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും നടക്കേണ്ടിയിരിക്കുന്ന അവർക്കു വേണ്ടി മൗനത്തിൽ പ്രാർത്ഥിച്ചു. ഇതാണ് നമ്മുടെ ആത്മപരമായ ഭദ്രതയുടെ ഗൂഢത്വം. നാം കാണാതെ അറിയാതെ തന്നെ നമുക്ക് വേണ്ടി ദൈവം ഇടപെടുന്നു. നമ്മളെ കാത്തുനിൽക്കുന്ന ആ ദൈവിക സ്നേഹത്തിന്റെ പ്രഭാവമാണ് നമ്മെ തകർച്ചയിൽ നിന്ന് പിൻവലിപ്പിക്കുന്നത്. ഇനി ആ കഥയിലെ വഞ്ചിയെ നോക്കൂ. അതൊരു ചില്ലറ ബോട്ടല്ല, അത് നമ്മുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു. കുടുംബം, ജോലി, ഭാവി, ആഗ്രഹങ്ങൾ, വഴിതിരിവുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജീവിതപാത. ആ വഞ്ചി ഇപ്പോൾ കടലിന്റെ നടുവിലാണ്. കാറ്റ് വിരൽ തൂക്കി വിളിക്കുകയാണ്. തിരമാലകൾ അതിനെ ഇഷ്ടം പോലെ കുലുക്കുന്നു. ജീവിതത്തിൽ നമ്മളും അങ്ങനെയല്ലേയിരിക്കും? സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, ആരോഗ്യമുള്ള പോരാട്ടങ്ങൾ, ബന്ധത്തിലെ നിസ്സംഗത, കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള നിരന്തരം വിചാരങ്ങൾ. ഓരോന്നും നമ്മുടെ വിശ്വാസത്തിന്റെ വഞ്ചിയെ ഇടിക്കുകയാണ്. ആ നിമിഷങ്ങളിൽ നാം പലപ്പോഴും ചോദിക്കും, ദൈവമേ, എവിടെയാണ് നീ? ഞാൻ ഒറ്റയല്ലേ? പക്ഷേ സ്നേഹിതരെ, ഈശോ വഞ്ചിയിൽ കയറാൻ നേരം നോക്കുകയാണ്. അവനതിൽ കയറുമ്പോൾ കാറ്റ് ശമിക്കും, ഭയം മങ്ങും, ആശ്വാസം പകരും. അതിന്റെ മുമ്പ് അവൻ നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ നമ്മളെ ഒരിക്കലും വിട്ടേക്കില്ല. രാത്രിയുടെ ഏറ്റവും കനിഞ്ഞ ഇരുണ്ട യാമത്തിൽ കടൽ തീരത്തുനിന്ന് എതിരായി കൊടുങ്കാറ്റ് വീശിയടിച്ചുകൊണ്ടിരിക്കെ അതിന്റെ നടുവിലൂടെയായി ഈശോ വെള്ളത്തിനു മീതെ നടന്നുവരുന്നു. അതും പ്രതിസന്ധികളെ മാറ്റി നീക്കാതെ, മറിച്ച് അവയെ അതിജീവിച്ചുകൊണ്ട്. ഇതാണ് ആത്മീയതയുടെ ആഴമുള്ള പാഠം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ ഒഴിവാക്കണമെന്നല്ല ദൈവം ആദ്യമാക്കുന്നത്, മറിച്ച് അവിടെയുള്ള പ്രശ്നങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ദൈവം നമ്മുടെ കൂടെയുണ്ടാകുകയാണ്. ശിഷ്യന്മാർ അവനെ കണ്ടപ്പോൾ ഞെട്ടിയും പേടിച്ചും പറഞ്ഞു, ഇത് ഭൂതമായിരിക്കും. അതുപോലെ
നമ്മുടെയും എണ്ണം പലപ്പോഴും ദൈവം നമ്മെ സന്ദർശിച്ചാലും നാം അതിനെ തകർക്കാനായ ശിക്ഷയാകുന്നു എന്നു തെറ്റിദ്ധരിക്കും. ഈശോയുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ ശബ്ദമാകുന്നു. ധൈര്യം കാണിക്കുക, ഞാനാണ്, ഭയപ്പെടേണ്ട. അതാണ് ഇന്നും ദൈവം നമ്മോട് പറയുന്നത്. മകനെ, മോളെ, ഞാൻ കൂടെയുണ്ടാകുമ്പോൾ നീ പേടിക്കേണ്ട. ആ ശബ്ദം കേൾക്കാൻ മനസ്സിന്റെ വാതിലുകൾ തുറക്കാൻ മാത്രം നമ്മൾ തയ്യാറായാൽ മതി. അതിനുശേഷം രംഗത്തിലേക്ക് വരുന്നു പത്രോസ്, ആ ആത്മസാഹസികൻ. ആ ക്ഷണത്തെ അവൻ സങ്കടമായി സ്വീകരിച്ചില്ല. മറിച്ച് കർത്താവിനോട് പറഞ്ഞത്, അങ്ങയാണെങ്കിൽ വെള്ളത്തിനു മീതെ ഞാൻ നിന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് കൽപ്പിക്കുക. ഈശോ പറഞ്ഞത് വളരെ ലളിതമായി, വരൂ. അക്ഷരാർത്ഥത്തിൽ അത്ഭുതം സംഭവിച്ചു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മീതെ നടന്നു തുടങ്ങി. വിശ്വാസമാകുമ്പോൾ അതിനുള്ള പ്രതിഫലം അത്ഭുതങ്ങൾ തന്നെയാണ്. എന്നാൽ കാറ്റിനടിക്കുന്നതായി ശ്രദ്ധിച്ചതോടെയാണ് പത്രോസിന്റെ ശ്രദ്ധ ഈശോയിൽ നിന്ന് നീങ്ങി ചുറ്റുപാടിലേക്കും ഭയത്തിലേക്കും മാറുന്നത്. അതേ നിമിഷം മുതൽ അവൻ മുങ്ങിത്തുടങ്ങി. ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ദൈവത്തെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതിസന്ധികളിൽ പൊടുന്നതിനായി അതിജീവിക്കുന്നു. പക്ഷേ ആ ദൃശ്യം വിട്ട് ഭയത്തിലേക്ക് തിരിഞ്ഞാൽ നാം താഴേക്കേറിപ്പോകുന്നത് അത്രമേൽ വേഗത്തിലാണ്. ഇത് നമ്മുടെ ആത്മീയ യാത്രയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യബോധമാണ്. ഈശോയിലേക്ക് നമ്മുടെ ശ്രദ്ധ നിലനിർത്തുമ്പോൾ ജീവിതം എത്ര വലിയ ആഫത്തുകളാൽ ചുറ്റപ്പെട്ടിരുന്നാലും നമ്മൾ മുന്നോട്ട് കടന്നുപോകും. പക്ഷേ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മാറി പ്രശ്നങ്ങൾക്ക് നേരെയാകുമ്പോൾ നമ്മൾ അതിൽ മുങ്ങിത്തുടങ്ങും. കടലുപോലെ ചുറ്റുമുള്ള കടുത്ത കടബാധ്യതകൾ, മാറാത്ത രോഗങ്ങൾ, വിദ്വേഷഭാവമുള്ള വാക്കുകൾ, പരാജയങ്ങളിലേക്കുള്ള പേടി, ഇവയൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഒടിച്ചുമാറ്റാൻ ശ്രമിക്കും. അതാണ് നമ്മളിൽ പലരും അനുഭവിക്കുന്ന യാഥാർത്ഥ്യം. പത്രോസിന്റെ പോലെ ജീവിതത്തിന്റെ ഭാരം കാണുമ്പോൾ മുങ്ങാൻ തുടങ്ങി നിലവിളിക്കുന്നു, കർത്താവേ, എനിക്കായി ഇടപെടണം. അതെ, ആ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് കൂടെയുണ്ട്. ആഹ്വാനമോ വൈകല്യമോ ഇല്ലാതെ അവൻ കൈനീട്ടി നമ്മെ ഉയർത്തിക്കൊള്ളും, ഒരിക്കലും ഉപേക്ഷിക്കാതെ. അതിനുശേഷം ഈശോ സ്നേഹപരമായ ഒരു ചോദ്യത്തോടെ പത്രോസിനോട് തിരിഞ്ഞു ചോദിക്കുന്നു, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? അതൊരു ശിക്ഷയല്ല, മറിച്ച് ആത്മാർത്ഥമായ ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ നിന്നോടൊപ്പമില്ലയോ? എന്റെ ശക്തിയും സാന്നിധ്യവും നിനക്കൊപ്പം തന്നെയല്ലേ? അപ്പോൾ നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് യുക്തിയായി അവൻ ചോദിക്കുന്നു. ഇന്നും ആദ്യ ചോദ്യമാണ് ഈശോ നമുക്കൊപ്പം നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ചുവടുകൾ വെച്ച് നമ്മോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ 2 വായനകൾ ഒരുമിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സന്ദേശം അതിമുന്തായി സംസാരിക്കുന്നു. വിശ്വാസം ദൈവത്തിലാകണം, ദൃശ്യമാകുന്ന സാഹചര്യങ്ങളിലല്ല. 1-ാം വായനയിൽ മിരിയാമും അഹ്റോനും മോശയെ അപമാനിച്ചു. അവന്റെ ദൈവികമായി ചേരുവാക്കിയ സ്ഥാനത്തല്ലാതെ അവന്റെ മനുഷ്യപരമായ പരിമിതികളിലാണ് അവർ ദൃഷ്ടി നിക്ഷേപിച്ചത്. മറുവശത്ത് സുവിശേഷത്തിൽ പത്രോസ് ഈശോയിലേക്കുള്ള വിശ്വാസത്തിൽ അലഞ്ഞു. കാരണം അവൻ തന്റെ കണ്ണുകൾ ഈശോയിൽ നിന്നുമല്ല, കൊടുങ്കാറ്റിൽ നിന്നുമാണ് പിടിച്ചെടുത്തത്. ഇവരൊക്കെ ദൈവം കണ്ടെത്തിയവരും വിശ്വാസികളുമായിരുന്നു. എങ്കിലും അവരുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്നും മനുഷ്യപരമായ വാസ്തവങ്ങളിലേക്കും ഭീതിജനകമായ സാഹചര്യങ്ങളിലേക്കുമാണ് വഴിതിരിഞ്ഞത്. ഇതാണ് പ്രശ്നം. പത്രോസിനത് സംശയം ആത്മാർത്ഥമായ നിലവിളിയിലേക്കാണ് വഴിമാറിയത്. കർത്താവേ, രക്ഷിക്കണമേ. ആ നിലവിളിയിലുണ്ട് വിശ്വാസത്തിന്റെ തിന്മ. അതാണ് അവനെ രക്ഷിച്ചത്. ഇന്നത്തെ പ്രതിഫലനം നമ്മളോടൊപ്പം ഒരു ജാഗ്രതപ്പെടുത്തലാണ് നൽകുന്നത്. നാം ആരെ പോലെയാണ്? ദൈവം മറ്റൊരാളെ തിരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സംശയത്തിലും വിമർശനത്തിലുമാകുന്ന മിരിയാമിനോ? അതോ നമ്മുടെ ജീവിതത്തിലെ കാറ്റുകളും കടലുകളും കണ്ടു ഭയന്ന് മുങ്ങിത്താഴാൻ തുടങ്ങിയെങ്കിലും നിലവിളിച്ച് രക്ഷിക്കണമെന്ന് പാടുന്ന പത്രോസിനോ? ഈ വചനം നമ്മിൽ ഓരോരുത്തരോടും ചോദിക്കുന്നതൊരു ഗൗരവപ്പെട്ട ആത്മപരിശോധനയാണ്. ഇന്ന് നമ്മുടെ കണ്ണുകൾ എവിടെയാണ് പതിഞ്ഞത്? പ്രശ്നങ്ങളുടെ തോത്, കടലട്ടവും കടുത്ത സാഹചര്യങ്ങളുമാണ് ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പിടിച്ചിരിക്കുന്നതെന്നോ? എന്നെങ്കിൽ ആ എല്ലാം കടന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, ഒരിക്കലും കൈവിടാത്ത ദൈവത്തെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നതോ? നമ്മുടേതായ ജീവിതം വലയുന്നിടത്ത് നാം ഇന്നൊരു പുതിയ തീരുമാനത്തിലേക്ക് എത്താം. എത്ര വലിയ കൊടുങ്കാറ്റുകൾ വരികയും അലയടികൾ ഉയരുകയും ചെയ്താലും
ഞങ്ങളുടെ ദൃഷ്ടി ഈശോയിലേക്കാണ് ഉറച്ചിരിക്കുക. പ്രതിസന്ധികൾ എത്രതാണെങ്കിലും അതിനേക്കാൾ വലിയവൻ എന്ന ദൈവത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കും. ഭയഭീതികളാൽ തളരുമ്പോൾ, മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോഴും പത്രോസിനെപ്പോലെ ഞങ്ങൾ മുഴങ്ങും, കർത്താവേ, രക്ഷിക്കണമേ. കാരണം ആ നിലവിളിക്ക് മറുപടി പറയുന്ന കൈനീട്ടി ഉയർത്തുന്ന കരുണയും കരുതലുമുള്ള രക്ഷകനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ദയയും സ്നേഹവും നിറഞ്ഞ കർത്താവേ, ഇന്ന് അങ്ങ് സംസാരിച്ച വചനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതത്തിൽ പലപ്പോഴും സംശയങ്ങളും ഭയങ്ങളും ഞങ്ങളെ പിടിച്ചിടുന്നു. ദൈവീക ഇടപെടലുകൾക്കും അതിൻ്റെ സമയത്തിനും ചോദ്യം ഉരുത്തിരിയുന്നു. എന്നാൽ അങ്ങയുടെ ദയനിധിയായ ഹൃദയം ഞങ്ങളെ വിട്ടുമാറില്ല എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ തിരിച്ചുവരുന്നു. ഈശോയെ, മിരിയാമിനെയും അഹറോനെയും പോലെ മറ്റുള്ളവരെ വിമർശിക്കുന്ന മനോഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പത്രോസിന്റെ നിലവിളി പോലെ ഞങ്ങളും മുഴങ്ങിയാൽ കാതൊരുക്കുന്ന ദൈവമേ, ദയചെയ്ത് തുണയാകണമേ. കൃപയും കരുണയും നിറഞ്ഞ കർത്താവേ, ജീവിതം എത്ര വഴുതലുകളിലും വെടിപ്പിലും നിറഞ്ഞതായാലും ഞങ്ങളുടെ ദൃഷ്ടി അനക്കാതെ അങ്ങയിൽ ചുറ്റിപ്പറ്റിയിരിക്കുവാൻ ഞങ്ങൾക്കും കൃപ കാടണമേ. ഞങ്ങളുടെ കണ്ണുകൾ പ്രശ്നങ്ങളുടെ ആഴത്തിലേക്കല്ല, മറിച്ച് അങ്ങയുടെ സ്നേഹത്തിന്റെ തീരറ്റ തലത്തിലേക്കും ശക്തിയുടെ വിസ്മയകരമായ തലത്തിലേക്കും തുറന്നിരിക്കട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയത്തെയും ഞങ്ങൾ അങ്ങയുടെ കരുതലിൽ ഏൽപ്പിക്കുന്നു. രോഗത്തിന്റെ നിഴലിൽ നിസ്സഹായരായവരെ സുഖപ്പെടുത്തണമേ. കടബാധ്യതകളിൽ മുങ്ങിയവരെ അങ്ങയുടെ പ്രത്യാശയാൽ ഉയർത്തണമേ. കുടുംബങ്ങളിൽ ആശാന്തിയാൽ തളരുന്നവർക്കു അങ്ങയുടെ ആനന്ദം നിറച്ച സമാധാനം ലഭിക്കണമേ. ഭാവിക്കായി വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് ഉറച്ച പ്രതീക്ഷയും ആത്മധൈര്യവും ഉണ്ടാകട്ടെ. അതിൻ്റെ മീതെ എല്ലാ ചുഴലിക്കാറ്റുകളിലും കനൽക്കാറ്റുകളിലും അങ്ങ് എന്നോടൊപ്പമുണ്ട് എന്ന വാക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു നിൽക്കട്ടെ. സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഓരോരുത്തരെയും ആശീർവദിച്ച് നിങ്ങളുടെ വീടുകളിലും ജീവിതയാത്രകളിലും അങ്ങയുടെ സാന്നിധ്യത്തിന്റെ തെളിച്ചം നിറക്കട്ടെ. ആമേൻ.